ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവനെതിരെ പ്രവർത്തിച്ച നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ശക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് അവലോകന പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ഇന്ന് ചേരുന്ന ഡി.സി.സി നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളുണ്ടാകും. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ പുറത്താക്കണമെന്നാണ് എം.കെ. രാഘവനെ അനുകൂലിക്കുന്നവർ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് കെ.എം.ആർ ചേരുന്നു. റിയാസ്, ഏതൊക്കെ നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ ഈ വികാരം ശക്തമായിട്ടുള്ളത്? ലിബീഷ്, അതായത് ചേവായൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റും ഒപ്പം കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ, ഒപ്പം തന്നെ KPCC മെമ്പറായിട്ടുള്ള KV സുബ്രഹ്മണ്യൻ തുടങ്ങിയവർക്കെതിരെയാണ് ഇത്തരത്തിലൊരു വികാരം കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് എം.കെ. രാഘവന്റെ അണികളിൽ നിന്നും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ UDFന് എതിരായി പ്രവർത്തിച്ചു, പാർട്ടി വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. ഈ KV സുബ്രഹ്മണ്യൻ്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ എം.കെ. രാഘവൻ കഴിഞ്ഞ KPCC നേതൃയോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ചില നേതാക്കൾ തനിക്കെതിരെ കൃത്യമായി പ്രാദേശിക തലത്തിൽ ഇടപെട്ടു എന്നതായിരുന്നു എം.കെ. രാഘവൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ DCC നേതൃയോഗത്തിൻ്റെ അവലോകന യോഗത്തിൽ പ്രധാനമായും ബൂത്ത് തലങ്ങളിൽ നിന്നും ശേഖരിച്ച കണക്കുകൾ പ്രകാരം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ അടങ്ങിയ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കാനിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: എം.കെ. രാഘവൻ 60,000 അതിലധികമോ വോട്ടിൻ്റെ വിജയിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം.കെ. രാഘവൻ്റെ എതിരാളിയായിട്ടുണ്ടായിരുന്നത് അന്നത്തെ ജനകീയ MLA എന്ന പേരെടുത്തിരുന്ന പ്രദീപ് കുമാറാണ്. സ്വാഭാവികമായിട്ടും ആ പ്രദീപ് കുമാറിനെതിരെ 80,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചയാളാണ് എം.കെ. രാഘവൻ. മാത്രമല്ല, അന്ന് രാഷ്ട്രീയമായി കോൺഗ്രസിന് പ്രതികൂല കാലാവസ്ഥയും ഉണ്ടായിരുന്നു. എം.കെ. രാഘവനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എം.കെ. രാഘവൻ വിജയിക്കുമെന്ന കാര്യത്തിൽ പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ പോലും വലിയ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെയാണ് ഭൂരിപക്ഷം കുറയുമെന്നൊരു വിലയിരുത്തൽ ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ കാരണമായി പറയുന്നത് ഈ പ്രശാന്ത് കുമാറും KV സുബ്രഹ്മണ്യവും അടക്കമുള്ളവർ എം.കെ. രാഘവനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നതും, ഒപ്പം തന്നെ ചൂട് കാരണം UDFൻ്റെ വോട്ടർമാരിൽ ചിലരെങ്കിലും ഇങ്ങനെ എത്തിയില്ല എന്നുള്ളതുമാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും DCC നേതൃയോഗം 11 മണിക്കാണ് നടക്കാവ് ഈസ്റ്റ് അവന്യൂ ഹോട്ടലിൽ വെച്ചാണ്. ആ യോഗത്തിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച് ഈ ആളുകൾക്കെതിരെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ പുറത്താക്കണമെന്ന ശുപാർശ തന്നെ നൽകണം എന്ന കാര്യത്തിലാണ് പ്രധാനമായും ചർച്ച നടക്കുക. അത് ചിലപ്പോൾ ഒരു വാക്കുതർക്കങ്ങൾക്കിടയാക്കിയേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിബീഷ്, ശരി റിയാസ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ നേതാക്കൾക്കെതിരെ കോഴിക്കോട് കോൺഗ്രസിൽ വികാരം ശക്തമായിരിക്കുന്നു. നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിവരങ്ങളാണ് റിയാസ് KM.R നൽകിയത്.